ഫ്രൈഡേ നൈറ്റ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാണ്ട് ഫുഡ് കഴിച്ചു കളയാന്ന് വിചാരിച്ചു. ഷവായും പിന്നെ കുറച്ച് സ്വീറ്റ് ക്രേവിങ്സ് വന്നപ്പോൾ ഐസ്ക്രീമും കഴിച്ചു. നാളെ സാറ്റർഡേ ആയതുകൊണ്ടും ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ടും രാവിലെ എണീക്കേണ്ടാത്തതുകൊണ്ടും ചെറുതായിട്ടൊന്ന് നൈറ്റ് ഡ്രൈവിന് പോകാന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങോട്ടാ പോണ്ടേന്നൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 9 PM to 1 AM നൈറ്റിൽ നമുക്ക് ഉൽക്ക കാണാൻ പറ്റുമെന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ണുകൊണ്ട്. അങ്ങനെ ഉൽക്ക കണ്ടോ ഇല്ലയോ എന്നൊക്കെ ബാക്കി കാണുമ്പോൾ മനസ്സിലാവുമേ. അതെ, അത് ജെല്ലി ഫിഷ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോർണർ സൈഡിലായിട്ട് ഒരു സീ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പേര് അവിടെ ആട്ടോ വരുന്നത്. അതും മാത്രമല്ല നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ. അങ്ങനെ കുറച്ച് ബേക്കറി ഒക്കെ കഴിച്ച് നേരെ നമ്മൾ ഹെറിറ്റേജ് പാർക്കിലേക്ക് പോയി. അവിടെ ചെന്ന് ഇറങ്ങിയതും നമുക്ക് അവിടെ നിന്ന് എമിറേറ്റ്സ് പാലസ് കാണാം. അവിടെ ആട്ടോ ഷാറുഖ് ഖാൻ ഒരു ഫിലിമിൽ അഭിനയിച്ചത്. ഞാനൊരു ഷാറുഖ് ഖാൻ ഫാനാണ്. അപ്പോൾ അത് ഏത് ഫിലിമാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നറിയത്തില്ല, ഞാൻ വീഡിയോ എടുക്കാതെ മണത്ത് കണ്ടുപിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളയും. ഇൻട്രോവേർട്ട് കണ്ടുപിടിച്ചതേ വേണമെങ്കിൽ ജെ ആണെന്ന് പറയാം. പിന്നെ വൈഫല്ലേ, പറയുന്നത് കേട്ടല്ലേ പറ്റൂ. അങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്തു തരുന്ന സീനാണ് ഈ സീൻ. അങ്ങനെ കുറെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു കേട്ടോ. പക്ഷെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അമൽ നീരദിന്റെ ഫിലിമിൽ അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. മമ്മൂക്കായ വെല്ലൊന്ന് സ്ലോ മോഷൻ. ഈ പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെറ്റ് ടുഗദർ, ഒരു ക്യാമ്പിംഗ് നടത്തുക, അവിടെ കുറച്ച് ഗ്രില്ല് ചെയ്യുക. ഗ്രില്ലിനൊക്കെ പ്രത്യേകം എന്തോ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവര്. മെയിൻലി ഇത് പാർക്കാണല്ലോ, അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പ്ലേയിങ് ഏരിയയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ബർത്ത്ഡേ പാർട്ടി നടത്താനും പിന്നെ അതേപോലെ ബർത്ത്ഡേ ഡേയിൽ നമുക്കൊരു സർപ്രൈസ് കൊടുത്ത് 12 o'clock അവിടെ വന്ന് കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പ്ലേസ് ആണ്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ പോലും അവിടെ ഒരു ബർത്ത്ഡേ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര രീതിയിൽ വിഷ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഏത് കൺട്രിയിലുള്ളവരാണെന്ന് അറിയില്ല, പക്ഷെ അവർ ഭയങ്കര വൈബായിട്ട് സ്പീക്കറൊക്കെ വെച്ചിട്ട്, അതായത് ബീറ്റ് ബോക്സ് ഒക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എന്ത് രസമായിട്ടാണ് അവിടെ അവർ എൻജോയ് ചെയ്യുന്നത്. അതേപോലൊക്കെ ഒരു കുഞ്ഞു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ്. ഇതിൽ കുറെ കുഞ്ഞു മോണമെന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ, വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ കുറച്ച് മോണമെന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോളും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് ടൈമിലാണെങ്കിലും ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഉൽക്കയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല ഗൈസ്. ഈ നോട്ടം ഞാൻ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നതെന്നാട്ടോ. ശരിക്കും നമ്മളിവിടെ വന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, ഉൽക്ക കാണാൻ. ഉൽക്ക പോയിട്ട് സത്യം പറയാലോ ഒരു നക്ഷത്രം ഒന്നും അനങ്ങുന്നത് പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ മൂണൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ന്യൂസിനെ വിശ്വസിച്ച് കുറെ വട്ടായി പറ്റിക്കപ്പെടുന്നു. ഇനി എന്തായാലും ഉൽക്ക വരുന്നെന്ന് പറഞ്ഞാലും എന്ത് വരുന്നെന്ന് പറഞ്ഞാലും നോക്കാനേ പോണില്ല. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ 1 o'clock 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ചെറിയൊരു വിശപ്പ് വീണ്ടും വന്നിട്ട് നമ്മൾ പാസ്തയൊക്കെ കഴിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് ഡേയിലെ നെക്സ്റ്റ് വിശേഷങ്ങളുമായി കാണാം. ബൈ ബൈ.